നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള കുറേ സ്റ്റിക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഡിപ്പ് ചെയ്യാവുന്നുണ്ട്. കാരണം നമ്മൾ നക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പൈനീന്ന് പറഞ്ഞോണം നോക്കാം, ടേസ്റ്റ് നോക്കാം. ഇത് അധികം എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റും പിടിക്കത്തില്ല, മസാജും ചെയ്യണം. ഇത് കൊള്ളാം കേട്ടോ, പൈനീന്ന് പറഞ്ഞ സംഭവം. ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയ ദിവസം തുടങ്ങിയേക്കാണ്. നമ്മുടെ ഷൈജുബായിയുടെ ഇസ്രായേൽ നാനായി പാട്ടോടുകൂടിയാണ് നമ്മുടെ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അബഹലോട്ടുള്ള ട്രിപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് നിർത്താൻ പറ്റി. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സീൻസാണ് കേട്ടോ. നമുക്ക് മൊത്തം മലനിരകളാണ്. നമ്മുടെ ഏകദേശം ഒരു മൂന്നാറിലെ ഒക്കെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷേ പച്ചപ്പ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി റോഡുകളാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു റോഡെന്നൊക്കെ പറഞ്ഞത്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അപ്പോഴത്തെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എല്ലാവരും പുറത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. പിന്നെ കുറച്ച് നമ്മുടെ പഴയ നമ്മുടെ പൂർവികർ ഇവിടെ തപ്പിയണക്കുണ്ട്. അപ്പം അവർ ഇവിടെ ഇടയിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരെയും കാണുന്നില്ല. നോക്കാം നമുക്ക് വരുമെന്ന്. അധിക സമയം നമുക്കില്ലെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോഴത്തെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള മലനിരകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് സംഭവം. നമ്മളിപ്പം അബഹയിലോട്ടുള്ള ട്രിപ്പിൽ വഴിയിൽ നമുക്കൊരു ഹണി കോട്ടേജ് എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടുണ്ട്. കുറേ ഏകദേശം 19ഓളം ടൈപ്പിലുള്ള ഹണികളിലൊക്കെ ഒരു ശേഖരണം ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നമുക്ക് ഇവിടെ കയറി പോകാം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ ഒരു എൻട്രൻസ് സൈഡാണ്. ഇത് നമ്മുടെ ഹണി കോട്ടേജിൻ്റെ എൻട്രൻസ് സൈഡാണ്. ഇതാണ് ഈ ഒരു ഹണി കോട്ടേജിൻ്റെ എൻട്രൻസ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് മറ്റേ ബോഗൻവില്ല പൂക്കൾ കൊണ്ടുള്ള ഒരു എൻട്രൻസും കമാനം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറമായിട്ട് ഒരു പോലീസ്, നമ്മുടെ സൗദി പോലീസിൻ്റെ അതേ ഒരു ഇതിലുള്ള ബീസ് പോലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കണ്ടോ ക്രൈം സീൻ എന്നൊക്കെ പറഞ്ഞൊരു ക്രൈം സീൻ ഡു നോട്ട് ക്രോസ് എന്നുള്ളൊരു ബോർഡും ഒക്കെ ആയിട്ട് അവർ ആ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി നമ്മൾ പോകണം. അപ്പോൾ ഈ ഒരു പാസേജ് എന്ന് പറയുന്നത് ബോഗൻവില്ലേസിൻ്റെ പൂക്കൾ കൊണ്ടുള്ള ഒരു പാസേജ് തന്നെയാണ്. ആ ഒരു കമാൻഡിലൂടെ നമ്മൾ കയറി വന്നിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ജീപ്പ്, പഴയ ജീപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സെറ്റപ്പ് കാണാം. പിള്ളേരൊക്കെ അവിടെ കയറി കളിക്കുന്നു. പിന്നെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവം, ഒരു റോള് വീല് പോലത്തെ വെള്ളം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു റോള്. അതുപോലെ തന്നെ ഒരു വലിയ ഒരു കാറ്റാടി ടവറും ഉണ്ട് ഇവിടെ. അതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വെള്ളം കൊണ്ട് അതിൽ എന്തൊക്കെയോ അറബീസിൽ അവർ കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. രസമാണ്. പിന്നെ അതിൻ്റെ ചേർന്ന് തന്നെയാണ് ബീസ് ടവർ, ഹണി റിഫൈനറി. അതായത് 50ഓളം വൈൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മേളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് കയറി വന്ന ആ ഒരു കയറി വരുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ മേൽവശം മൊത്തം പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി കാണാനായിട്ട് പോകുന്നത് ഇതിനുള്ളിലോട്ടാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോകണം. 10 റിയാലാണ് ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നിട്ട് ഇവിടോട്ട് വരുമ്പോഴും ഈ ഒരു പൂക്കൾ കൊണ്ടുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള സീനറികൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടേക്കുന്ന പോലെ നമുക്ക് വീടുകളിലൊക്കെ, വീടിൻ്റെ ഓലകളിലൊക്കെ നമ്മുടെ പൂക്കളൊക്കെ ഉണ്ട്. ഇത് പക്ഷേ ഒറിജിനലാണെന്ന് തോന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് ഈ സംഭവം വെച്ചേക്കുന്ന കാണാനായിട്ട്. ഈ ഒരു വീടിൻ്റെ സെറ്റപ്പ് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ്. എല്ലാ ജനലുകളും, അതായത് 3 ഫ്ലോറുള്ള സംഭവമാണെന്ന് തോന്നുന്നു. എല്ലാ ജനലിൻ്റെയും ഇതിലിങ്ങനെ പൂക്കൾ ചൊരിഞ്ഞ് വന്നേക്കുന്നൊരു സംഭവം. സൈഡിൽ തന്നെ അവരുടെ ഒരു എന്താണ് ഈ സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയും ആ ഒരു എന്തുകൊണ്ടാണ് അവർ ആ ബീസിൻ്റെ ഹണിയൊക്കെ എടുക്കുന്നതിനെ പറ്റി എന്നുള്ള പറ്റിയ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പല കൺട്രീസിൽ നിന്നുള്ള ഹണിയുടെ ഭയങ്കര ശേഖരം ഉണ്ടെന്നാണ്. മോർ ദാൻ 100 നാഷണാലിറ്റീസാണ് അവർ പറഞ്ഞേക്കുന്നത്. ഏകദേശം ഒരു 14 മാസം കൊണ്ട് 7 ലക്ഷം പുതിയ ഹണിക്കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിലും വഴിയാണ് നമുക്ക് അകത്തോട്ട് പോകേണ്ടത്. നമ്മളിവിടെ ഒരു എൻട്രൻസ് സൈഡിൽ നിന്ന് നമ്മൾ കയറുവാണെങ്കിൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റെയർ വഴിയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. അപ്പം ഇവരെന്തോ സ്വന്തം, അതായത് അവരുടെ ഏതോ ഒരു കുടുംബത്തിൻ്റെ പേരിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഹണി ഫാമാണിത്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ഉള്ളൊരു ബിൽഡിംഗാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എഴുതിയിട്ടുണ്ട്, ഇത് ഒന്നും നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെയർ കയറി 1, 2, 3ാമത്തെ ഫ്ലോറ് ഇപ്പോൾ എത്തി. ഈ ജനലിൻ്റെയൊക്കെ സൈഡിലാണ് ആ പൂക്കൾ പുറത്തോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് സാറിൻ്റെയൊക്കെ പല വീഡിയോസിലും അങ്ങനത്തെ സാർ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മേളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എൻട്രൻസ്. വെൽക്കം ടു ഹണി കോട്ടേജ്, ആ ഒരു ഹെഡിങ്ങോടുകൂടി ഒരു നല്ല എൻട്രൻസ് ഉണ്ട്. അതിനകത്തൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. സൗദി അറേബ്യ റിജാൽ അൽമ എന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇത് എഴുതി വെച്ചേക്കുന്നത് ഹണി കോട്ടയം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഇതിനകത്ത് ഇവരുടെ ഹിസ്റ്ററിയൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഇവിടെ ടി വിയിൽ റണ്ണിങ് ആണ്. ചെയ്തേക്കുന്നത് നല്ല ഇഷ്ടിക കൊണ്ട് മാത്രം ഫിനിഷുള്ള ഓരോ കെട്ടിടങ്ങളും പിന്നെ അതുപോലെ തന്നെ തടി കൊണ്ടുള്ള ഫിനിഷിങ്ങുമാണ് പലതും. വളരെ മനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ ഹണിയുടെ ഓരോന്നിനെയും ട്രൈ ചെയ്യാനുള്ള സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഹണിയും, അതായത് 50-ൽ പരം ഹണി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ നടന്ന് അകത്തോടെ കയറി ഇറങ്ങി ടേസ്റ്റ് ചെയ്യാം. ഈ ഒരു ഏരിയ കൂടെ നമുക്ക് എൻട്രൻസ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഹണികളുടെ കളക്ഷനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കയറി നമുക്ക് ഓരോന്നിൻ്റെയും ടേസ്റ്റൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. നമുക്കിതിനകത്തൂടെ കയറിയിട്ട് ഇത് സംഭവം ടേസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലോട്ട് പോകാം. ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നീളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ നമുക്ക് കയറി ഇറങ്ങി ഇതിൻ്റെ ഓരോന്നിൻ്റെ ടേസ്റ്റ് എടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് അകത്ത് നോക്കുവാണെങ്കിൽ ഇത് ഗ്ലാസ്സാണ്. ഗ്ലാസ്സിനകത്ത് ഹണിയുടെ കൂടാണ്. അതിനകത്ത് നിറച്ച് ഹണി ബി കാര്യങ്ങളൊക്കെ ഇതിനകത്തൂടെ റണ്ണിങ് ഉണ്ട് സംഭവം. ഈ ഒരു ഗ്ലാസ് ഏരിയയിൽ അങ്ങ് വരെ അത് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അകത്തോട്ട് പോകാം. ഇവിടെ നിന്ന് ഈ അറ്റം തൊട്ട് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഹണി ഇവിടെ പലതരത്തിലുള്ളതുണ്ട്. അപ്പം ഇതിങ്ങനെ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്തൊക്കെ പോവാം. ഇവിടെ ത്യാഗിൽ ഓൾറെഡി ടേസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഹണിയുടെ ടേസ്റ്റ് ഒക്കെ തന്നെയാണോ അതോ വേറെ വല്ലതാണോ? കലക്കി വെച്ചേക്കുന്നൊന്നും അല്ലേ? ഇതെല്ലാം ഇവർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ലൈറ്റിൻ്റെ മേളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു വെറൈറ്റി സംഭവമുണ്ട്. കോൺസാ ഏ വാല ഓ അല്ല ഓക്കെ. ഇവിടെ നമുക്ക് പറഞ്ഞൊക്കെ തരാനായിട്ട് ഓരോ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. भाई इधर कितना आइटम है, कितना वेराइटी है? 53 വെറൈറ്റി ഉണ്ട് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്യാം. सारा इधर बनाते हैं ना, सारा इसी का अंदर है. तो हनी भी सब किधर है? हाँ उधर ही है. ഓക്കെ ഓക്കെ. അപ്പോൾ ഹണിബിയുടെ സംഭവങ്ങളൊക്കെ ഇവിടെ ഓരോ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഹണിയുണ്ട്, നമുക്ക് കാണാം സൂപ്പറായിട്ട് അതിനകത്തുണ്ട്. വിൻസിയൊക്കെ അടിച്ച് ഫിറ്റായി ഓൾറെഡി. ഇതൊക്കെ അടിച്ച് ഫിറ്റായിട്ടുണ്ട്. ഇപ്പോസിനും ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇപ്പോസും ഇഷ്യൊക്കെ. അപ്പോൾ ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഓരോ ടൈപ്പിലുള്ള ഹണിയാണ്. ആ ഒരു ഓരോ ഹണിയുടെയും ഡിസ്പ്ലേ കൂട്ടത്തിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പലതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സംഭവം. നമുക്കിവിടുന്ന് ഇതിനകത്ത് ഏതാണോ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ സാധനം ഇവിടുന്ന് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്.
ഉള്ള ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം കുറഞ്ഞത് ഒരു 50 റിയാലോട്ട് കൂടിയത് 500 റിയാൽ വരെയുള്ള ഐറ്റംസ് ഉണ്ട്, ഓരോന്നിൻ്റെ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച്. ഇവിടെ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനുള്ള കുറേ സ്റ്റിക്കുകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരെണ്ണം ഒരു പ്രാവശ്യം മാത്രമേ ഡിപ്പ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പൈനീന്ന് പറഞ്ഞൊന്നും നോക്കാം, ടേസ്റ്റ് നോക്കാം. ചെറുതായിട്ട് ഇത് അധികം എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റും പിടി കിട്ടത്തില്ല, മത്താകുകയും ചെയ്യും കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, പൈനി എന്ന് പറഞ്ഞ സംഭവം. ടേസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുവാണെങ്കിൽ നമുക്കിവിടെ ചെറിയ ഒരു സോവനീർ ഷോപ്പ് പോലെ ഹണി ബീയുടെ കുറേ എന്താ പറയുന്നത് കീ ചെയിൻസും അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പല പല ഐറ്റംസ് ഇവിടെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തൊക്കെയോ ഹണിയുടെ സോപ്പ്, പിന്നെ കുട്ടികൾക്കുള്ള സ്ലൈഡുകൾ, പിന്നെ സോക്സ്, പിന്നെ മങ്കി ക്യാപ്പ്, അങ്ങനത്തെ ടൈപ്പ് എല്ലാം ആ ഒരു ഹണിയുടെ ഡിസൈനിൽ വരുന്ന ഹണി ബീയുടെ ഡിസൈനിൽ വരുന്ന കുറേ സംഭവങ്ങളോട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ മേടിക്കാവുന്നതാണ്. പിന്നെ ഈ സൈഡിലൊക്കെ തന്നെ ആ കുറേ ഹണികൾ പല പല ഇതിനകത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു സൈഡിൽ എന്ന് പറയുന്നത് കുറേ പഴയ കാലത്തെ റേഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആട്ടോ ഇപ്പോഴും, ഇതിൽ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട് ഈ റേഡിയോയിൽ നിന്ന്. പിന്നെ കുറേ തൂങ്ങൽ വിളക്കുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ ഒരു സൂപ്പർ പരുന്തിൻ്റെ ഒരു സ്ട്രക്ചറ് അതൊക്കെ ആയിട്ട് വെച്ചേക്കുന്നു. ഇത് കല്ലുകളുണ്ടോ, കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു വോളിൻ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മളിങ്ങോട്ട് കണ്ടുവരുവാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഹണി ബിയോ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് സോനിയറുകൾ ഒക്കെ ഉണ്ട്. അപ്പം നല്ലതായിട്ടുള്ള രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോഴോട്ട് വരുമ്പോൾ ഒരു റൂമിൽ കുറേ ഐറ്റംസ്, പഴയ കാലത്തെ ഐറ്റംസ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കോഫി ഷോപ്പിൻ്റെ ഒരു സ്റ്റൈലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം, കോഫിയെ കുടിക്കാനായിട്ടുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്തേക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഫ്ലോറിലും ഇതൊക്കെ ആയിട്ട് ഓരോ വിളക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയുന്നത് ഡ്രസ്സെന്ന് പറയുന്നത് ഒരു ഹണിയൊക്കെ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇടുന്ന സേഫ്റ്റിക്കായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അത് ഇവിടെ ഓർമ്മയുണ്ട്, അതിൻ്റെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു സൈഡിൽ കുറേ തോക്കുകളൊക്കെ കൊണ്ട് ഷേപ്പ് ചെയ്തേക്കുന്ന ഒരു വോള് നമുക്ക് കാണാം. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. മേൽക്കൂരയൊക്കെ മൊത്തം തടി കഷ്ണങ്ങളാകട്ടെ, ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളും ഒക്കെ വെച്ചിട്ട് പഴയകാല ബിൽഡിങ്ങുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ വന്നേക്കുന്നത്. റൂമിലാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഭവം കൊള്ളാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ എന്തുവാ ഇവിടെ ഇവിടെ വിളക്കൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ, കുരങ്ങനാണ് പിടിച്ചേക്കുന്നത്. സംഭവം കൊള്ളാം കേട്ടോ. ഇതിപ്പം പെട്ടെന്ന് കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് നോക്കിയപ്പോൾ. അത് കൊള്ളാം കേട്ടോ. രവല്ലേ ഇപ്പോൾ കണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഹണി കോട്ടേജ് ഞങ്ങൾ നേരത്തെ അഭാവം വന്നപ്പോഴും ഈ ഒരു സ്ഥലത്തോട്ട് വരണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നമ്മൾ വരാൻ പറ്റില്ലായിരുന്നു, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തവണ ഏതായാലും അത് വരാൻ പറ്റി. കൊള്ളാം സംഭവം. വന്നില്ലായിരുന്നെങ്കിൽ അത് മിസ്സിങ് ആയിപ്പോനെ. വേറൊരു റൂമിൽ ഇതുപോലെ തന്നെ കുറേ ഹണികളുടെയൊക്കെ കളക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മേടിക്കാം, ക്യാഷ് കൊടുത്ത് മേടിച്ചു കൊണ്ടുപോകാം. കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് ഹണി സ്റ്റോർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ് പോന്നപ്പോഴത്തെ കുറച്ച് ടീമിനെ കിട്ടി. ഇവർ ബഹ്റൈനിൽ നിന്നൊക്കെ വന്നതാണ്. പിന്നെ 1-2 പേര് ഇവിടെ തന്നെ ഉള്ളവരാന്ന് പറഞ്ഞു. അവർ ഫോട്ടോയൊക്കെ എടുത്ത്. ശുക്രാൻ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പരിപാടിയായി കണ്ടു കഴിഞ്ഞ് നമ്മൾ താങ്ക് യു പരിപാടിയായി കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് പുറത്തോട്ട്. എൻജോയ്. അപ്പോൾ ഹണി കോട്ടേജിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംഭവം സൂപ്പറായിരുന്നു. ബൈ ശുക്രാൻ. അപ്പോൾ ഞങ്ങളത് പുറത്ത് വന്നിട്ടുണ്ട് ഇവിടുന്ന്. ഇനി ഞങ്ങൾ തിരിച്ച് ബസ്സിലോട്ടാണ് പോകുന്നത്. വീണ്ടും നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിട്ടായിരുന്നു. ഒക്കെ കണ്ടു. ഇവന്മാരെല്ലാം നമ്മൾ ചാനലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ വീഡിയോയിൽ നമ്മൾ വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി അവന്മാർക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്ത് വിടുക. ശുക്രാൻ. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.
അപ്പം ഹണി കോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോയ വഴി, അതായത് ആ ഒരു ഫ്ലവറൊക്കെ ഉള്ള ഏരിയ കൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നല്ല വ്യൂ ആട്ടോ ഇവിടുത്തെ സംഭവം, അടിപൊളിയായിട്ടുണ്ട്. അവിടെ കുറേ എണ്ണം റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോണ്ടേ. അപ്പം നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട്. അവർ റീലുകാരെല്ലാം കൂടെ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഹണി കോട്ടേജിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംഭവം സൂപ്പറാണ്. അപ്പോൾ അവഹ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ലൊക്കേഷൻ കൂടെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക, കാണുക. പിന്നെ ഇതിന് ചുറ്റുപാടുമുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ബൈ ബൈ.